ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബദറുദ്ദീൻ സൺ ഓഫ് അബ്ദുല്ല എന്ന കുട്ടി ഏകദേശം 3 മാസത്തോളമായി ആ കുട്ടിക്ക് ഒരു കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടുവരികയാണ്. കാസർഗോട്ടുള്ള ഒരു ഡോക്ടറെ കാണിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു. ദിവസം കഴിയുന്തോറും കുട്ടിയുടെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നതാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഓപ്പറേഷൻ പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ അടുത്ത കണ്ണിൻ്റെയും കാഴ്ചശക്തി പൂർണ്ണമായും നശിക്കും എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോയമ്പത്തൂർ കണ്ണാശുപത്രിയിലേക്ക് ഡോക്ടർ റെഫർ ചെയ്തു. നല്ലൊരു തുക ഓപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് ചെലവുകൾക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ കുട്ടി. എല്ലാവർക്കും അറിയാം, ബോംബെയിൽ മുട്ട കച്ചവടം ചെയ്യുന്ന മുട്ട ബോംബെ ജമാഅത്ത് റൂമിൽ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന മുട്ട അബ്ദുല്ല എന്നവരുടെ മകനാണ് ഈ കുട്ടി. അപ്പോൾ ആയതുകൊണ്ട് കുട്ടിയുടെ ഓപ്പറേഷനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തം നമ്മളെല്ലാവരും കൂടി സഹായിച്ചാൽ മാത്രമേ കുട്ടിയുടെ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. ഇന്ന് കുട്ടി ഓപ്പറേഷന് വേണ്ടിയിട്ട് കോയമ്പത്തൂർക്ക് പോവുകയാണ്. 24-ാം തീയതിയാണ് ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിയാവുന്ന സാമ്പത്തിക സഹായം ഈ കുടുംബത്തിന് ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഓപ്പറേഷനും ചികിത്സയ്ക്കും വേണ്ടിയിട്ട് ദുബൈ മൊഗ്രാൽ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ മൊഗ്രാൽ സ്കൂളിലെ സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളും മൊഗ്രാൽ ദേശീയവേദി, ഗ്രീൻ സ്റ്റാർ, അതുപോലെ തന്നെ കുറച്ച് സംഘടനകളൊക്കെ പ്രവർത്തകരൊക്കെ അവരെ കഴിവിൻ്റെ അനുസരിച്ചുള്ള ഒരു സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. എങ്കിലും ഈ സഹായം അപര്യാപ്തമാണ്. ഇനിയും ഒരുപാട് തുക ചികിത്സക്കും മറ്റുമൊക്കെ ആവശ്യമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയുടെ ദയനീയാവസ്ഥ മാഹിൻ മാസ്റ്റർ വിവരിച്ചു കഴിഞ്ഞു. ഒരു കണ്ണിന് പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ട ഈ കുട്ടി എത്രയും പെട്ടെന്ന് ഓപ്പറേഷന് വിധേയമായില്ലെങ്കിൽ അത് മറ്റേ കണ്ണിന് കൂടി ബാധിക്കുമെന്നുള്ള ആശങ്ക ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവകാരുണ്യ മേഖലയിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്തു വരുന്ന മൊഗ്രാൽ ഓൺലൈൻ ഈ കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ ആ കുട്ടിയുടെ കാഴ്ച തിരിച്ചു കിട്ടാനും ആ കുട്ടിയുടെ സ്കൂൾ പഠനം പൂർത്തീകരിക്കാനും നല്ലവരായ നാട്ടുകാർ മുന്നോട്ട് വരണം. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഈ കുട്ടിക്കുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക.